ധ്യാൻ ചേട്ടനെ കാണണമെന്നൊരു ആഗ്രഹം എനിക്ക് ആകെയുള്ളത്. ധ്യാൻ ചേട്ടൻ്റെ ഒരു സിനിമ അഭിനയിക്കണം. ഈ ഇന്റർവ്യൂ ധ്യാൻ ചേട്ടൻ കാണുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഈവൻ കണ്ടു കഴിഞ്ഞാൽ സിനിമയിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എനിക്ക് ധ്യാൻ ചേട്ടൻ്റെ അടുത്തുള്ളത്. ഞാനിപ്പോൾ ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ദിലീപ് ഏട്ടൻ്റെ കൂടെ മാത്രമേ ആകെ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് പോണ സമയത്ത് ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ ആദ്യം കാണുന്നത് ഇന്ദ്രനെയായിരുന്നു. പിന്നെ ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നേരത്ത് എന്തെങ്കിലും ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ എടുത്തിടും. അപ്പം നമ്മളാകെ അതെ, ഓവർ ഹീറ്റ് ആയിട്ട് ബോണറ്റിന്റെ ഉള്ളിൽ നിന്ന് പുകയൊക്കെ വരുന്നു. സീരിയലിൽ വന്ന ടൈമില് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. ഞാൻ ഗ്ലിസറിന് ഉപയോഗിക്കത്തില്ല. അത് സീമാൻ്റെയാണ് എന്നെ പഠിപ്പിച്ചത്. ഈ നോർമലായിട്ട് തന്നെ കരച്ചിൽ അടിക്കുന്ന സീൻ ഉണ്ടല്ലോ, അത് ആക്ച്വലി എന്താ പറയുക, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ പറയും, ഇന്ദ്രേട്ടാ പയ്യെ പിടിക്കണം, പയ്യെ തല്ലണം ഒക്കെ ഞാൻ പറയും. പക്ഷെ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ രണ്ടുപേരും ആ ഒരു ട്രാക്കിലോട്ട് അങ്ങ് പോകും. എന്റെ കല്യാണം ആയതുകൊണ്ടാണ് ഞാൻ മറ്റേ സീരിയൽ നിർത്തിയതെന്ന്. നമ്മുടെ കാര്യം എന്താണെന്ന് അറിയാതെയാണ് ഈ ചിലവർ ചില കാര്യങ്ങൾ പറയുന്നതും. അപ്പൊ അതൊക്കെ ഒരു ഇറിറ്റേഷനൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഉലക്കിട്ട് നമ്മുടെ നായകന്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. Introducing Dazzler Eterna Blackfinity Kajal and Dazzler Eterna Kohl Definer. Embrace a cruelty-free beauty routine with the vegan Dazzler Eterna. Nourish your inner beauty. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മറിയയും ശ്രീലക്ഷ്മിയുമാണ്. സ്നേഹക്കൂടിന്റെ പല്ലവി അല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മറിയ എന്നുള്ള പേരിനെക്കാട്ടിയും ഈ പല്ലവി എന്ന് വിളിക്കുമ്പോഴാണ് എല്ലാവർക്കും അറിയാവുന്നത്. പല്ലവി ആയിട്ടാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് അല്ലേ? സീരിയസ്ലി മറിയെ ഞാൻ ചിലപ്പോൾ അറിയാതെ പല്ലവി എന്ന് വന്നു പോകും കേട്ടോ. ഇപ്പൊ മറിയയുടെ ആദ്യത്തെ സീരിയല് സുന്ദരി, സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. ഇപ്പൊ സ്നേഹക്കൂട് അതിനേക്കാൾ സുന്ദരിയേക്കാൾ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ നായിക കഥാപാത്രമാണ് പല്ലവി. അപ്പോ നമ്മള് പൊതുവെ സീരിയലിൽ കാണുന്ന ഒരു സർവം സഹയായ ഒരു നായികയല്ല, ബോൾഡ് ആയിട്ടുള്ള ഇന്ത്യന്റെ പെണ്ണാണ് പല്ലവി. അപ്പോ എങ്ങനെയാണ് ഈ പല്ലവി എന്നുള്ള ഒരു കഥാപാത്രം എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അത് ശരിക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ സാധാരണ നായിക കഥാപാത്രങ്ങൾ എപ്പോഴും സർവം സഹയായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എല്ലാവർക്കും കാണുന്നതും. എല്ലാം സഹിച്ചു നിൽക്കുന്ന പെൺപിള്ളേരായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി കാണിച്ച് വരുന്നത്. പക്ഷേ ഈ സ്നേഹക്കൂട്ടിൽ വന്നതോടെ, അതായത് നമ്മൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വുമൺ എങ്ങനെയായിരിക്കണം നമ്മൾ സൊസൈറ്റീൻ്റെ മുന്നിൽ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഈ സീരിയലിലൂടെ പഠിച്ചു. ഇപ്പോൾ പേഴ്സണൽ ലൈഫിലാണ് കൂടി ഞാൻ അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പല്ലവി പോലെ തന്നെയാണ് സത്യം. എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുക അല്ലെ, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പേഴ്സണലി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഞാനത് ഓക്കെ ആ ഒരു രീതിയിൽ മാനേജ് ചെയ്ത് പോകാനായിട്ട് പഠിച്ചു നന്നായിട്ട്. ഇപ്പോൾ ഈ സീരിയലിൽ വന്നതോടെ ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ബോൾഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ നമ്മൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നു, ഡിവോഴ്സ് ആവുന്നു, കുറേ സൂയിസൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജീവിതം നമ്മൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ട് പോവരുത് എന്ന് കാണിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ സ്റ്റോറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടേതായ ഒരു ലൈഫും അല്ലെങ്കിൽ നമ്മുടേതായ ഡ്രീമും ഒക്കെ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ അങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈവൻ എൻ്റെ അനിയത്തിക്ക് ഞാൻ സപ്പോർട്ട് നിൽക്കാറുണ്ട്. പക്ഷെ ഇവള് കുറച്ച് സർവ്വസഹയായി പോയി സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. പതുക്കെ പതുക്കെ ഓരോ ചുവടുവെപ്പുകൾ, പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ ഓരോ ചുവടുവെപ്പുകൾ. ഈ സീരിയലിലെ ഇപ്പോ വില്ലൻ കഥാപാത്രം ഇന്ദ്രൻ, അതായത് നമ്മള് സോകാൾഡ് വില്ലൻ കഥാപാത്രങ്ങൾ സീരിയലിൽ കാണുമല്ലോ. ഒരു സൈക്കോ വില്ലനാണ്. ഇപ്പൊ സൈക്കോളാണല്ലോ ട്രെൻഡിങ് ആയിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വില്ലൻ എന്ന് പറയുമ്പോ കുറെ ദുഷ്ടകൃത്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം വില്ലന് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സൈക്കോ വില്ലനാണ്. ശരിക്കും ഇന്ദ്രൻ എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അയാളുമായിട്ടുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും റിയൽ ഇന്ദ്രൻ എങ്ങനെയാണ്? ആള് ബേസിക്കലി ഭയങ്കര പാവമാണ്. എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഈ സീരിയലിന്റെ പൂജയ്ക്ക് പോയ സമയത്ത് ഫസ്റ്റ് കാണുന്നത് ഈ വ്യക്തിയാണ് കാണുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് പോണ സമയത്ത് ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ ആദ്യം കാണുന്നത് ഇന്ദ്രനെയായിരുന്നു. ഹായ് ഹലോ ഇതൊക്കെയായിരുന്നു. പിന്നെ സീരിയലിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ആളുടെ
ആക്ടിങ് അടിപൊളിയായിട്ട് ആള് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളായിട്ടൊരു കോംബോ വരുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ശരിക്കും. ഞാനും ഇന്ദ്രനുമായിട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ അടിയാണ്, എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഓഫ് സ്ക്രീനിലും അടിയാണോ? അല്ലല്ല, ഓഫ് സ്ക്രീനിൽ അങ്ങനെയല്ല. ഓഫ് സ്ക്രീനിൽ ഞങ്ങള് എല്ലാം അടിപൊളിയായിട്ട് നല്ല നല്ല രസമാണ്. അവിടുത്തെ കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനായിട്ട്. പിന്നെ ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില നേരത്ത് ചിലപ്പോൾ ആൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ എടുത്തിടും. അപ്പൊ നമ്മളാകെ അയ്യോ, നമ്മളറിയത്തില്ല ആൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം ആൾ ഓൾറെഡി ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും ഇന്നതുപോലെ ചെയ്യണം എന്നുള്ളത്. അത് ആള് കറക്റ്റ് സമയത്ത് ആള് ചെയ്യുകയും ചെയ്യും, നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യും. അതാണ് നടക്കുന്നത്. നമുക്കിനി ഒരു ഫൺ മോഡ് പിടിക്കാനായിട്ട് ഒരു പ്രാങ്ക് കോളിലേക്ക് പോയാലോ? അതായത് സാധാരണ ഈ സീരിയലിൽ എന്ത് പ്രശ്നം വന്നാലും സേതുവേട്ടനാണ് രക്ഷിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സേതുവിന് കൃഷ്ണകുമാറിന് ഫോൺ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, സേതുവേട്ടൻ രക്ഷിക്കാനായിട്ട് ഒന്ന് വിളിക്കണം. നമുക്ക് നോക്കിയാലോ? നോക്കണം, നോക്കാല്ലേ? ദൈവമേ, നമുക്കൊന്ന് വിളിക്കാം. പാറു വിളിക്കണം. പാറു ആണ് കാരണം ഇപ്പൊ കൂടുതലും പാറുവിന്റെയാണ് ഹെൽപ്പ് ആവശ്യമുള്ള. പാറു വിളിക്കും. രണ്ടുപേരും കൂടി വിളിക്കാം. വണ്ടിക്ക് പ്രശ്നങ്ങൾ. കിച്ചുവേട്ടൻ എവിടെയാന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ പറയാ, എടുക്കുമെന്ന് അറിയില്ല. ഷൂട്ടിലാണെങ്കിൽ എടുക്കാൻ വഴിയില്ല, നമുക്ക് വിളിച്ചു നോക്കാം എന്തായാലും. ഓക്കെ, എന്തിനാ വന്നേ? ഓണത്തിന്റെ ഷൂട്ട്. ഞങ്ങളൊരു ഓണത്തിന്റെ ഷൂട്ടിന് വന്നെന്ന് പറയാം. വിളിക്കുവാണേ. ദൈവമേ, ഷൂട്ട് കിച്ചുവേട്ടാ എവിടെയുള്ളത്? ആണോ? ഇപ്പൊ എവിടെയുള്ള? കറന്റ്ലി എവിടെയുള്ളത്? ആണോ? ഞാനും പാറുവും കൂടി ഇപ്പൊ കൊല്ലം. ചേട്ടാ ഞാൻ കൂടെ സ്റ്റക്ക് ആയിരിക്കുവാണ്. ഞങ്ങളെ ഇപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് ആക്ച്വലി ഒരു ഷൂട്ടിന് വേണ്ടി വരുമായിരുന്നേ, ഒരു ഓണത്തിന്റെ. അപ്പൊ ഞാൻ എൻ്റെ കാറിലാണ് വന്നിട്ടുള്ളത്, ഞാനും ചേച്ചിയും കൂടെ. പക്ഷെ കാറിന് ഇത് ഓവർ ഹീറ്റ് ആയിട്ട് ഇപ്പോ സ്റ്റിയറിംഗിൽ ലോക്കായിട്ടിരിക്കുക. ഇപ്പൊ വണ്ടിയും മറ്റേ അതെ ഓവർ ഹീറ്റ് ആയിട്ട് ഇത് ലോക്കായി പോയി. പിന്നെ ബോണറ്റിന്റെ ഉള്ളിൽ നിന്ന് പുകയൊക്കെ വരുന്നു. ഞങ്ങള് ഹൈവേയിലുള്ളത് ഇപ്പോ. ആ കൊല്ലത്ത് ഹൈവേയിലുള്ളത്. നമ്മുടെ ആ മറ്റെന്താണ് ആ മെയിൻ വീടില്ലേ നടക്കുന്നത്, ഷൂട്ട് നടന്നോണ്ടിരുന്നെ, ആ അവിടെയുള്ളത്. സത്യം പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊരു വണ്ടി ഇടിക്കുകയും ചെയ്തു. ട്രിവാൻഡ്രത്ത് ഇന്ന് എത്തണം. ആക്ച്വലി ഞങ്ങൾക്ക് 1 o'clock എത്തേണ്ടതാണ്. പക്ഷെ ഞങ്ങൾ പെട്ടു, ചെറിയൊരു ആക്സിഡന്റും കൂടിയായി. അതാണ് എനിക്ക് പേടിയായിട്ട് ഇവളിപ്പൊ കരയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. മിക്കാറും കെട്ടിക്കഴിഞ്ഞാല് കയ്യിന്ന് കൊല്ലും. ആക്സിഡന്റ് അതല്ല, അത് ചെറുതായിട്ട് മുട്ടിയുള്ളൂ. പക്ഷെ എനിക്ക് പേടിയാണ്. ഒന്നാമത് അച്ഛൻ സീനാക്കും. അതിന് മുമ്പ് വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം. കിച്ചവണ് ഇപ്പൊ കൊല്ലം എത്തിയോ? ഞാനിപ്പോ ഷൂട്ടിന് കയറാൻ പോവായിരുന്നു. കിച്ചവണ്ണൊന്ന് വരാൻ പറ്റുമോ? നിങ്ങൾ ലൊക്കേഷൻ പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഷൂട്ടിന് കയറാൻ പോകുന്നു. അറേഞ്ച് ചെയ്താൽ മതിയോ? അല്ല ചേട്ടന് വരാൻ പറ്റുമോ? എനിക്ക് ഒന്നാമത് ഇല്ല, ഇവിടെ ആകെ ടെൻഷനായിട്ട് നിൽക്കും. എനിക്കും അറിയില്ല ലൊക്കേഷൻ ആക്കി ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് വരാം. ആണല്ലേ? ഇപ്പൊ ഇപ്പൊ അല്ല ലൊക്കേഷൻ ആക്കിയാ എവിടെ നിൽക്കുന്നതാണ്. ആ ഓക്കെ ഓക്കെ. വണ്ടിക്ക് പ്രശ്നമുണ്ട്. എനിക്ക് അതാണ് ഏറ്റവും ടെൻഷൻ ആയിട്ട് ഇരിക്കുന്നത്. അത് എനിക്ക് മറ്റേ ഹീറ്റിന്റെ വർക്ക്ഷോപ്പിൽ പറഞ്ഞു നോക്കാം. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് നോക്കാം. വർക്ക്ഷോപ്പിൽ പോയി നോക്കാം. ടെൻഷൻ ആവണ്ട, അത് നമുക്ക് നോക്കാം. വേറെ വണ്ടി നോക്കാം. പോലെ നോക്കാം. എന്നാലേ വരണ്ട. ഇത് ഞങ്ങളൊരു ഇന്റർവ്യൂവിന് വന്നിട്ട് ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞതാ. ചീത്തൊന്നും പറയല്ലേ. ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഇന്റർവ്യൂവിന് വന്നപ്പോ സേതുവേട്ടനെ വിളിച്ച് രക്ഷിക്കാൻ വേണ്ടി പറയാൻ പറഞ്ഞതാ. സത്യമായിട്ടും സ്പീക്കറിലാണ്. ചീത്തൊന്നും പറയല്ലേ? ഇല്ല ചേട്ടാ, സോറി ചേട്ടാ. അല്ല ജസ്റ്റ് ഒരു ഇന്റർവ്യൂല് ചേട്ടാ സോറി ചേട്ടാ. അയ്യോ അങ്ങനെ സോറി. അതെ ആ ചേട്ടാ ഇത് ഇങ്ങോട്ടേക്ക് പ്രാങ്ക് ചെയ്യണയാണോ? കളിയാക്കിയതല്ല ചേട്ടാ. ചേട്ടാ 1 second. ഹലോ. സ്പീക്കർ ഓഫ്. ഓക്കെ
കേട്ടോ കേട്ടോ കേട്ടോ. ചേട്ടാ സോറി, അത് അല്ല അങ്ങനെ അല്ല, സോറി അല്ല, ഇങ്ങനെ ഒരു പ്രാങ്ക് നമ്മളത് തമാശയായിട്ട് എടുത്തുള്ളൂ. സ്പീക്കർ ഇടാൻ സ്പീക്കർ ഇട്ടു. ഇത് തിരിച്ചൊരു പ്രാങ്കാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ പറയുകയും ചെയ്ത്, കാരണം കിച്ചോണ്ട് ഒരിക്കലും ഇങ്ങനെ റിയാക്ട് ചെയ്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് ചിരിച്ചോണ്ട് തന്നെ ഇരുന്നത്. പ്രാങ്കിന് മുമ്പ് തന്നെ പ്രാങ്ക് ഞങ്ങൾക്ക് അല്ല, ഇവള് ശരിക്കും പ്രാങ്ക് ആയിട്ടോ, ബിക്കോസ് ഇവള് കരയാറായി. എന്താ തിരിച്ചൊരു പ്രാങ്ക് ആയിരുന്നു. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായി, എന്നാലും കുഴപ്പമില്ല, ചെറിയായിട്ട് പേടിച്ചിട്ടുണ്ട്. സത്യം ഇവള് ഏതാണ്ട് കരയാറായിട്ട് ഇങ്ങനെ ശബ്ദം കിടറി തുടങ്ങി. എനിക്കറിയാം. അതെ, അപ്പൊ എനിക്ക് മനസ്സിലായി. തീരുമാനിക്കുന്ന തൊട്ട് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാങ്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ആണോ? ആൾക്കാർ എനിക്കുണ്ട്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് അതിന് മുമ്പ് വന്നിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ടീം എനിക്കറിയാം. ഓക്കെ, ഞാൻ ഇതിലും വലിയ ചതി ഞാൻ തരാം ഇതിനുള്ളത്. കണ്ണീർ തുറച്ചിട്ട് പോവാം. ഹലോ കിച്ചുവിന് നമ്മളെ അറിയാം. കിച്ചു വിദ്യാധരാജ സ്കൂളിലല്ലേ പഠിച്ചത്? അതെ അതെ. ആ, അനുപമയല്ല, അനുപ്രിയാണ്. അനുപ്രിയ. ആ, ഓക്കെ ഓക്കെ. ഓക്കെ. നീ ഇപ്പൊ വലിയ സീരിയൽ നടനൊക്കെ ആയല്ലേടാ? എന്തായാലും കൊള്ളാം. എന്തായാലും നിന്റെ ഷോയില് കാണാറുണ്ട്. ഞാൻ സീരിയലിലെ നായകൻ നീയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടു കേട്ടോ. കാരണം സ്കൂളിൽ പഠിക്കുമ്പോ നീ ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുത്തിട്ടില്ല, പക്ഷെ ഇപ്പൊ നീ വലിയ നായകനൊക്കെ. ഞാൻ പറഞ്ഞില്ല പ്രാങ്ക് ചെയ്യുന്നു. അതെ. ഏതായാലും കിച്ചു ഇപ്പൊ മൈൽസ്റ്റോൺ മേക്കേഴ്സ് TV അവാർഡ്സ് വരാൻ പോവല്ലേ. അപ്പൊ കിച്ചുവിന്റെ നോട്ടത്തില് മികച്ച നായിക, അതായത് ബെസ്റ്റ് ഹീറോയിൻ പല്ലവി തന്നെ ആയിരിക്കും. കിച്ചേട്ടാ പൊക്കി പറ. നല്ലൊരു ക്യാരക്ടറാണ്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അച്ചീവ്മെന്റ്സ് വരട്ടെ. ഓക്കേടാ. അപ്പൊ നമുക്ക് ഇനി എപ്പോഴെങ്കിലും നേരിട്ട് ഇതേപോലെ ഇന്റർവ്യൂവിന് കാണാം. അടുത്ത പ്രാവശ്യം ഇന്നെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അവാർഡ് നൈറ്റിന് നീ വരില്ലേ? ഓക്കേടാ, അപ്പൊ കാണാം. ബൈ. എനിക്ക് തോന്നി ആളിങ്ങനെ നോർമലി ഇങ്ങനെ ചൂടാവാറില്ല ആളിങ്ങനെ കേട്ടുമിണ്ടായിരിക്കാറുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോ എനിക്ക് മനസ്സിലായി മിക്കവാറും ഇത് പ്രാങ്ക് ആണെന്നുള്ളത്. ഓക്കെ, ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല, ചെറുതായിട്ട് പിടിച്ചു. നിങ്ങൾ രണ്ടുപേരെ കട്ടി പിടിച്ചത് ഞാനാണ്. എനിക്ക് ചെറുതായിട്ട് തോന്നി, അത് ഞാൻ തിരിച്ചോണ്ടാ ഏതാണ്ട് തീരുമാനമായി. ചോദിച്ചു പ്രാങ്ക് ആണോ ഞാൻ അങ്ങോട്ട് ചോദിച്ചായിരുന്നു അതിന്റെ ഇടയിൽ, പക്ഷെ എന്നാലും പിന്നെ ഡൗട്ടായി. അല്ലെ, കൃഷ്ണകുമാർ സ്കൂളിൽ പഠിക്കുമ്പോഴേ അങ്ങനെയൊന്നും അല്ല, ഭയങ്കര കാം ആൻഡ് സൈലന്റ് ആയിരുന്നു, വളരെ ശാന്തനാണ്, അങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് പെട്ടെന്ന് ട്രാക്ക് മാറിയപ്പോ എനിക്ക് മനസ്സിലായി ആള് മാറിപ്പോയി. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഇന്ന് എനിക്കൊരു ടെൻഷൻ ആയിപ്പോയി. നോർമലി ഞങ്ങളെ പാറു ഈ പറഞ്ഞ ലൊക്കേഷനിൽ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിച്ച് അങ്ങ് ആണല്ലേ എന്ന രീതിയിൽ വരും. അത് നന്നായിട്ട് ആൾക്കറിയാം. അതുകൊണ്ടാണ് ഇവളടുത്ത് കുറച്ചധികം ദേഷ്യപ്പെട്ടത്. സന്തോഷായില്ലേ? അതെ, ഒന്നുകൂടി പറഞ്ഞിരുന്നേ കരഞ്ഞാലേ ചിലപ്പോ. നമ്മൾ ഈ സാന്ത്വനം 2 എന്ന സീരിയൽ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ കേട്ടത് ഈ സീരിയലിന് സാന്ത്വനം 2 എന്ന് പേരിടാനായിരുന്നു ആദ്യത്തെ പ്ലാൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇത് മാറ്റിയത്. അതെന്തായിരുന്നു സംഭവിച്ചത്? അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്കും കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. ഞങ്ങളും ആദ്യം വിചാരിച്ച സ്റ്റോറി ആയിട്ട് കണക്റ്റഡ് അല്ല. കണക്റ്റഡ് അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ അത് ഒരു ഫാമിലി, 2 ഫാമിലി ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് എല്ലാം കൂടി ചെയ്തു വന്നപ്പോ വേറൊരു കഥയായി. അല്ല, മാത്രമല്ല ഇത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള നീക്കങ്ങളും ഹീറോയിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കും. ഇപ്പൊ ഈ സീരിയൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. ദേവി ചന്ദന, കീർത്തി ഗോപിനാഥ്, എന്റെ അമ്മ. അപ്പൊ ദേവി ചന്ദന എന്ന് പറഞ്ഞാൽ കോമഡിയും അതുപോലെ തന്നെ സീരിയസ് റോളുകളും വളരെയധികം വഴക്കത്തോടെ ചെയ്യുന്ന ഒരു സീനിയർ ആക്ട്രസ് ആണ്. ഇപ്പൊ ഞാനൊരു പ്രൊമോ കണ്ടായിരുന്നു, സീമാജി നായരും ഉണ്ട്. ഇപ്പോ ദേവി ചന്ദ്രയുടെ ഒരു പ്രൊമോ ഞാൻ കണ്ടായിരുന്നു. ആരോ ഒരു ഒലക്കിട്ട് അത് ഈ പറഞ്ഞ നമ്മുടെ നായകന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് അവൾ എത്രയും ചൂടകൾ തന്നെ വെക്കും, മുന്നോട്ട് അടിച്ചു അല്ലേ? അത് ആദ്യം എനിക്ക് തിരിച്ചിങ്ങോട്ട് ആദ്യം കിട്ടിയിരുന്നു.
വെള്ളരിക്ക വെച്ചിട്ട് ഒരടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രതികാരം തീർത്തതാണ്. വെള്ളരിക്ക വെച്ചല്ല, വഴുതനങ്ങ വെച്ചൊരെണ്ണം കിട്ടി. അപ്പൊ അതിന്റെ പ്രതികാരമാണ് പിന്നീട് ഗോസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു പേടിപ്പിക്കലും കൊണ്ട് പേടിപ്പിച്ചു. ഒലക്കയും കൊണ്ടുവരുന്നു. അടി കിട്ടിയപ്പം അമ്മ വീട്ടിൽ വന്നു. അങ്ങനെ അമ്മ പറഞ്ഞു എന്റെ മോളെ നിർത്താൻ പറ്റത്തില്ല, അങ്ങനെ വിളിച്ചോണ്ട് വന്ന്. ആ ടൈം തന്നെ ഞാനും സേതുവേട്ടനും കൂടി വീട്ടിലേക്ക് പോകുന്നൊരു സമയമായിരുന്നു. അപ്പൊ കണ്ടപ്പോ ഇവളെ കൂടി ക്ലാസ് കൊടുത്തു. ആ ക്ലാസ്സിൽ ഇവള് പെട്ടെന്ന് ഒരു പ്രേതമായി. അത് എനിക്ക് തോന്നിയ ഐഡിയ ആണ്, പക്ഷെ ഇവർക്ക് അത് അറിയത്തില്ല. ഞങ്ങൾ അറിഞ്ഞില്ല. ഇവള് ബോൾഡ് ആക്കി ഓക്കെ ഇവള് എല്ലാം ഓക്കെ ആയിട്ട് ചെന്നോളും റിയാക്ട് ചെയ്തോളും എന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇത്രയ്ക്കുണ്ടെന്ന് വിചാരിച്ചു. ഇത്രയ്ക്കങ്ങ് ഇതാണെന്ന് വിചാരിച്ചു. ഞാൻ പോലും ഞെട്ടിപ്പോയി ഇവളാണ് തലക്കടിച്ചെന്ന് പറഞ്ഞപ്പോ. എന്നാലും ദേവീചന്ദനായിട്ടുള്ള ആ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ദേവി ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫസ്റ്റത്തെ എക്സമ്മയമ്മയാണ്. അപ്പൊ ദേവി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി എനിക്ക് ഈ പറഞ്ഞ പോലെ അല്ലാതെ തന്നെ വളരെ ഹ്യൂമറസ് ആയിട്ട് സംസാരിക്കുന്ന. അതെ, ഞങ്ങള് മെയിൻ ആയിട്ട് കൂടുതലും റീൽസ് ചെയ്യും. ഞങ്ങള് കണ്ടപ്പോ ഞാൻ ഒരു ദേവൂസേ നമുക്ക് റീൽ ചെയ്യണ്ടേ, ഓ വന്നല്ലേ, ഏതാണ് നീ ട്രെൻഡിങ്ങിലുള്ള ഏതാണ്, അപ്പൊ ഞാൻ ഏതേലൊക്കെ കൊണ്ടുപോകും. അത് ട്രെൻഡ് ഇത് എടുക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വൈബാണ്. ഇപ്പൊ ഇവളും കൂടി ജോയിൻ ചെയ്തപ്പോ ഞങ്ങള് 3 പേരും അവിടെ ലൊക്കേഷനിലും എന്തായാലും ഒരു റീൽ എന്തായാലും ഒരു ഡാൻസ് എന്തായാലും ഞങ്ങൾ എടുത്തിരിക്കും. ദേവി ചേച്ചീനെ പറയണ്ടല്ലേ, വലിയ ഒരു ഡാൻസറാണ്. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡാൻസറാണ്, മോണാക്ട് നല്ലോണം. കലോത്സവത്തിനൊക്കെ 1ാം സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. കലാതിലകമായിരുന്നു തോന്നുന്നു അല്ലെ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കലാതിലകമായിരുന്നു. അതുപോലെ കീർത്തി ഗോപിനാഥ്, സീബാഞ്ചി ദായൻ. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള സീനിയർ ആക്ടേഴ്സിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഫസ്റ്റ് സീരിയലിലും എന്റെ അമ്മയായിരുന്നു സീമാൻറ്റി. സെക്കൻഡ് സീരിയലിലും ഞങ്ങൾ ഒരുമിച്ചന്നെ. അപ്പൊ അമ്മ എപ്പോഴും പറയും ദൈവം ഇവൾ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. കാരണം ഓൾറെഡി 2.5-3 വർഷം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ. അപ്പം ഞാൻ എന്താ പറയാ, ഈ സീരിയലിൽ വന്ന ടൈമില് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. ടെൻഷൻ വെച്ചാല് ഇപ്പൊ അഭിനയിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, നമ്മൾ എപ്പോഴും ബോധേഡായിരിക്കുമല്ലോ, ലൈക്ക് നമ്മള് റൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ എങ്ങനെ അത് എടുക്കുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് സീരിയൽ വന്ന സമയത്ത് ഞാൻ സീമാൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ ഇരിക്കുന്നു. അപ്പം ഞാൻ സീമാൻ്റെ എനിക്ക് ആകെ ടെൻഷനും ഇതൊക്കെ പേടിയൊക്കെയാണ്, അപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന് ഒക്കെ ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സീമാൻ്റെ ഓക്കെ. പുള്ളിക്കാരി ഭയങ്കര ഈ പറഞ്ഞ പോലെ തന്നെ ആള് എൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീൻ ചെയ്യുമ്പോൾ ആ സീൻ എന്താന്ന് മനസ്സിലാക്കി നമ്മളായിട്ട് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ആയിക്കോളും. അപ്പൊ ഞാൻ ഈ കരയണ സമയത്ത് ഞാൻ ഗ്ലിസറിൻ ഉപയോഗിക്കത്തില്ല. അത് സീമാൻ്റെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ ഫസ്റ്റ് സീരിയലോട്ട് ഞാൻ ഗ്ലിസറിൻ ഉപയോഗിക്കില്ല കരയുമ്പോൾ. എനിക്ക് നോർമലായിട്ട് തന്നെ കരച്ചിലിങ്ങനെ വരും. കരയാൻ പറഞ്ഞാൽ അപ്പൊ ഞാൻ ഓക്കെ കരയാന്ന് പറയാം. അപ്പൊ സീമാൻ്റെയാണ് എന്നെ ഈവൻ ഫസ്റ്റ് തന്നെ കരയാൻ പോലും എന്ന് വെച്ചാൽ അതെങ്ങനെ നമുക്ക് ആ ഒരു മൂഡിൽ എത്തണം എന്ന് പഠിപ്പിച്ചത്. അത് വലിയൊരു എന്താ പറയാ, വലിയൊരു ഹെൽപ്പായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഈ ഗ്ലിസറിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ണ് ഭയങ്കര ഒരു നീറ്റിലും കഴിഞ്ഞാൽ പിന്നെ പോയി. പക്ഷെ നമ്മൾ ആ ഒരു സീൻ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഒരു കണ്ണീരും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എനിക്ക് സീമാൻ്റെയോടെ നിൽക്കുന്ന എല്ലാ ഈ പറഞ്ഞ ഇമോഷണൽ ചെയ്യുമ്പോൾ സീമാൻ്റെി അങ്ങ് ജീവിക്കുവാണ്, പറയണ്ടല്ലോ. സ്വിച്ച് ഇട്ട പോലെ ആയിരിക്കും. ഇപ്പൊ ഇന്ദ്രൻ ഇതുപോലെ ഉപദ്രവിക്കുന്ന സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം സീൻസ് ഒക്കെ വരുമ്പോ ഈ സ്റ്റാർട്ട് പറയുന്നതിന് മുന്നേ ഉള്ള ഇന്ദ്രന്റെ ഒരു ഫീൽ എന്താണ്? കാരണം ഇത്തരത്തിലുള്ള ഒരു ഉപദ്രവിക്കുന്ന സീൻ എടുക്കണം, ആ സമയത്തെ പുള്ളിക്കാരൻ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവോ, എങ്ങനെയാണത്? ആള് ഈ പറഞ്ഞ പോലെ ഷോട്ടിൽ നിൽക്കുമ്പോ അപ്പൊ ഞാൻ കൂടെ നിൽക്കും. ഇപ്പൊ ഞങ്ങൾ ഈവൻ എപ്പോഴും പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കിടയിൽ നടക്കുന്നത്. അപ്പം ആളാ ക്യാരക്ടറായിട്ട് അങ്ങ് നിൽക്കും. അപ്പൊ ഞാൻ പറയും ഇന്ദ്രേട്ടാ പയ്യെ പിടിക്കണം, പയ്യെ തല്ലണം ഒക്കെ ഞാൻ പറയും. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ രണ്ടുപേരും ആ ഒരു എന്താ പറയുക ട്രാക്കിലോട്ട് അങ്ങ് പോകും. പിന്നെ തല്ലിയോ പിടിച്ചോ ഒന്നും നോക്കത്തില്ല. എല്ലാം കഴിയുമ്പോൾ വന്നിട്ട് സോറി പോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ കൈയൊക്കെ ഭയങ്കര ടൈറ്റാക്കി അത് ഓട്ടോമാറ്റിക്കലി നമ്മളാവും പിടിയും വലിയൊക്കെ ആകുമ്പോഴേ. അപ്പോൾ ആൾ വന്നിട്ട് ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് പിന്നെ കട്ട് പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ പോട്ടേന്ന് പറഞ്ഞ കൈയൊക്കെ വന്നിങ്ങനെ ഓക്കെ ആ ഇതാണ് ആള്. പക്ഷെ ക്യാരക്ടർ ആയിരിക്കും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ തല്ലുവാണെങ്കിൽ കൂടി ഒരു ചെറിയൊരു എന്താ പറയുക ടൈമിങ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം കിട്ടും, തല്ല് കിട്ടും. അങ്ങനെ അത്രയും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മറ്റേ അടിക്കുന്ന സീൻ ഉണ്ടല്ലോ,
അത് ആക്ച്വലി എന്താ പറയുക, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ആ ഷോട്ടിൽ അത് കിട്ടും എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒറ്റ ഷോട്ടായിരുന്നു. അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ടു. പക്ഷെ അതെന്താ പറയാ, അത് ആ ക്യാരക്ടറിന് അത് അല്ല, ആ ടൈമിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. സോ ആളത് ഇനിയിപ്പോൾ കൊണ്ടോ ഞാൻ പറയില്ല, കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ അതുകൊണ്ട് കുറേയും കൂടെ റിയാലിറ്റി വന്നു. ഇന്ദ്രന്റെ ലുക്ക് ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഈ വില്ലന്മാരെ നമ്മൾ എടുത്തറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു പ്രത്യേക ലുക്കൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ട്, കാരണം വില്ലൻ എപ്പോഴും എടുത്ത് നിൽക്കണമല്ലോ ആ ഒരു ലുക്ക്. അത് അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്ത ലുക്കാണോ അതോ ഡയറക്ടറിന്റെ സജഷൻ ആണോ? ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ ഒരു എന്താ പറയുക, എല്ലാ കാര്യം സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഓരോ സ്കെഡ്യൂൾ തീരുമ്പോഴും ആളിങ്ങനെ അടുത്തത് എങ്ങനെ വരാം എന്ന് ആൾ തന്നെ ആലോചിച്ചിട്ട് ആള് വരുന്നതാണ് അത്. അങ്ങനെ കൂടുതലും ആള് ഡയറക്ടറെ വിളിച്ച് ചോദിക്കും, സോ നെക്സ്റ്റ് സ്കെഡ്യൂൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതോ അങ്ങനെയാണോ, എന്താ സ്റ്റോറി എന്ന് ചോദിച്ചിട്ട് ആളങ്ങനെ വരും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഫാൻസ് ഇന്ദ്രന് മാത്രമാണ് ഞങ്ങളുടെ സീരിയലിൽ ഉള്ളത്. കാരണം നായകൻ എന്നതിനേക്കാൾ ഉപരി ഇന്ദ്രനാണ് കൂടുതൽ ഫാൻസ് ഉള്ളത്. കാരണം ആളുടെ ലുക്കും ആളുടെ പെർഫോമൻസും കാണുമ്പോൾ ചില സമയത്ത് ദേഷ്യം വരും, ഉപദ്രവിക്കുന്ന കാണുമ്പോൾ. അല്ലാത്ത ടൈമിലൊക്കെ ആൾക്ക് ഇപ്പോൾ ഭയങ്കര ഫാൻസും ഒക്കെയാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇന്ദ്രനെ അന്വേഷിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ദ്രൻ എങ്ങനെയാണ് ഒക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഇന്ദ്രനെ തിരിച്ച് മെസ്സേജ് അയക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആൾക്ക്. പക്ഷെ ആള് ഒരു കൂളായിട്ട് ഇങ്ങനെ ആളുടേതായ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഓവർ ബഹളം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. സെറ്റിൽ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നെ കാണുന്ന ചില സംസാരങ്ങളും കളിച്ചിരി, ഓക്കെ, അത് കഴിഞ്ഞ് ആളങ്ങ് പോകും. അല്ലാതെ വലിയ ബഹളവും ഞങ്ങളെ പോലെയൊന്നുമില്ല, അലമ്പൊന്നുമില്ല. ഇപ്പോൾ പൊതുവിൽ നമ്മൾ കണ്ടുവരുന്ന നായിക സങ്കല്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ പല്ലവി എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ സീരിയലിൽ പ്രൊജക്ട് ചെയ്യുന്ന ഒരു തരം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ കൂടുതലും ഈ സ്ത്രീകളാണ് സീരിയലിന്റെ പ്രേക്ഷകരെന്ന് പറയുന്നത്. അവർ പൊതുവെ കണ്ടുവരുന്നത് സർവം സഹയായ നായികമാരെയാണ്. അപ്പം മറിയ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലെ അമ്മമാരും അമ്മായിമാരൊക്കെ ഇങ്ങനെ വന്ന് മറിയെ കണ്ട് സംസാരിക്കാറുണ്ടോ? അവർക്ക് ഒരു പാവം പല്ലവിയാണ് അവർ ആഗ്രഹിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്ത് എപ്പോഴും മാന്തി പറയും, നന്നായിട്ടോ ഇന്റർനെറ്റ് തലയ്ക്ക് തല്ലു കൊടുത്തത് നന്നായി, ഇറങ്ങിപ്പോകുന്നത് നന്നായി, ഇനി സേതുവിന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, ഇന്ദ്രന് എന്തായാലും അത് നന്നായി, പണി കൊടുത്തത് നന്നായി. അതായത് ഞാനും ഇന്ദ്രനും തമ്മിൽ ടോമാൻസറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാണ്. അപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതായത് ഇന്ദ്രൻ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, ഞാൻ തിരിച്ചു അങ്ങോട്ട് പണി കൊടുക്കുന്നു, അതിനിടയിൽ സേതുവായിട്ട് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്നു. അത് ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴൊക്കെ പറയും എൻ്റെ അടുത്ത് കൂടുതലും, ഓ ഇന്ദ്രന്, അതായത് എന്തോ ശരിക്കും എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഈ ഇന്ദ്രൻ അങ്ങനെയാണോ അല്ലെങ്കിൽ ആള് സൈക്കോ ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇപ്പൊ ഈവൻ നവീൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ സീരിയൽ, അപ്പൊ നവീൻ ചേട്ടനും ഞാനും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഷൂട്ടിന്റെ കാര്യമായിട്ട് ഞാൻ ടെക്സ്റ്റൈൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമല്ലോ. അപ്പോൾ നിൽക്കുമ്പോൾ നവീൻ ചേട്ടൻ പൊലിപ്പിച്ച് പറയും, ആ അതെ ഇന്ദ്രൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരത് വിശ്വസിക്കും, കാരണം ആളെ പേഴ്സണലി അറിയത്തില്ലല്ലോ ആർക്കും. അപ്പൊ ആളങ്ങനെന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പൊ ഇന്ദ്രൻ ശരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോ ഉണ്ടല്ലോ, പുള്ളിക്കാരന് കിട്ടുന്ന കമന്റ്സ് എന്തൊക്കെയാണ്? അങ്ങനെ എന്തെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇല്ല, അങ്ങനെ ഇല്ലില്ല, അങ്ങനെ ഷെയർ ചെയ്തില്ല. പുള്ളി ഈ പറഞ്ഞ പോലെ അധികം കുറവാണ്, ഇങ്ങനെ സംസാരിക്കല് പൊതുവെ കുറവാണ്, സംസാരിക്കല് കുറവാണ്. അല്ലെങ്കിൽ ആൾക്കാരായിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ ഔട്ട്സൈഡേഴ്സ് ഒക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പുള്ളിയതായ ഒരു ലോകത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ലൊക്കേഷനിൽ വെച്ച് ആരെങ്കിലും കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ സംസാരിക്കാന്നല്ലാതെ അല്ലാതെ ഇങ്ങനെ ആള് അങ്ങനെ സംസാരിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു ഒന്നും പറയാറില്ല ആള്. പൊതുവെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഈ നടിമാരുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയും അവരോട് അനാവശ്യമായിട്ട് ചോദ്യം ചോദിക്കുന്ന ചില സോഷ്യൽ മീഡിയ ഫിഗേഴ്സ് ഉണ്ടല്ലോ, അവരിപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പോപ്പുലർ ആണ്. അപ്പം അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപ്രോച്ചോ അവരുടെ സംസാരവും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഏതെങ്കിലും അവസരങ്ങളിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അതിനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാല് ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അധികം ആ ഭാഗത്തോട്ട് പോവാറില്ല, അതാണ് കാര്യം. ഇപ്പൊ എന്തായാലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും പുറത്ത് വെച്ച് കണ്ടുകഴിഞ്ഞാലും ഞാൻ വലിയ രീതിയിൽ അങ്ങ് മൈൻഡ് ചെയ്യാതെ ഞാനാരോ താനാരോ എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഇൻ കേസ് ആരെങ്കിലും വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൂ. ഓക്കെ, കുറച്ച് ആരെങ്കിലൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതെന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് ശല്യം എന്നുള്ള രീതിയിലും അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ആരും വന്നിട്ടൊന്നുമില്ല. അല്ല, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ശല്യം വളരെയധികം കൂടുന്നതായിട്ട് പല നടിമാരും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊന്ന് ഒരു തിയേറ്റർ വിസിറ്റിന് പോകാനോ പ്രൊമോഷൻ ഇന്റർവ്യൂസിന് പോകുമ്പോഴൊക്കെ ഇവരിങ്ങനെ പിന്നാലെ നടന്ന്. എനിക്ക് ഒരിക്കൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് എപ്പോഴായിരുന്നു,
ഈ സീരിയലിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കല്യാണം ആയതുകൊണ്ടാണ് ഞാൻ മറ്റേ സീരിയൽ നിർത്തിയതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇങ്ങനെ കിടന്ന് ഓടിയായിരുന്നു. പിന്നെ എനിക്ക് ഞാനെന്തോ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ അനിയന് അവൻ എടുത്തത് സ്റ്റാറ്റസ് ഓഫ് സ്റ്റോറി എന്തോ ഇട്ടു. ഞാനെന്തോ അത്യാവശ്യം നിലയിൽ ഹോസ്പിറ്റലാണ്, പ്രേക്ഷകർ പ്രാർത്ഥനയോടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തമ്പലയും കൊടുത്തിട്ട് ഇടുമ്പോൾ അത് ഭയങ്കര വിഷമമാവാറുണ്ട് ചില നേരത്ത്. കാരണം നമ്മുടെ കാര്യം എന്താണെന്ന് അറിയാതെയാണ് ഈ ചിലവർ ചില കാര്യങ്ങൾ പറയുന്നതും വന്ന് ചോദിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഇറിറ്റേഷനൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അധികം എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ അത് മീൻസ് അവരുടെ അടുത്ത് ആ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കത്തുള്ളൂ. കാരണം ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. ഇപ്പം ഞാനിപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി സെൽഫി എടുക്കുന്ന ഒരു ആളല്ല ഞാൻ. കാരണം ഈവൻ ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം അവർക്ക് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അവരത് എങ്ങനെ നോക്കിക്കാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ച് സെൽഫി എടുക്കുമ്പോൾ ഇപ്പം ഈ അതേ പൊസിഷൻ തന്നെയായിരിക്കും അടുത്ത ആളെ നിൽക്കുന്നത്. അപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഹായ് ഹലോ എന്നൊക്കെ പറയുന്നെങ്കിലും അവർ അങ്ങോട്ട് കയറി അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറൊന്നുമില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ദിലീപ് ഏട്ടൻ്റെ കൂടെ മാത്രമേ ആകെ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ഇതില്ല. ദിലീപ് ഏട്ടൻ്റെ കൂടെ സെൽഫി എടുത്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ദിലീപ് ഏട്ടനെ അറിയായിരുന്നോ? ഇല്ല, അയ്യോ അത് ഇപ്പോഴല്ല. ഞാൻ സീരിയലിലൊക്കെ കയറുന്നതിന് മുന്നേ ഒരു ഫംഗ്ഷന് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തിക്കും തിരക്കിനിടയിൽ പെട്ടിട്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ എനിക്ക് ദിലീപേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഒരു ആളുടെ സിനിമയൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പം ഞാൻ ആളിങ്ങനെ കാണണം അല്ലെങ്കിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത് ഇത്ര അടുത്ത് നിന്ന് കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചപ്പം ധ്യാൻ ചേട്ടനില്ലേ, ധ്യാൻ ചേട്ടനെ കാണണം എന്നൊരു ആഗ്രഹം എനിക്ക് ആകെയുള്ളത്. കാരണം ആളുടെ ഇന്റർവ്യൂസ് ഞാൻ മുടങ്ങാതെ കാണുന്ന ഒരാളാണ് ഞാൻ. ഇന്റർവ്യൂ ഒരു സ്ട്രെസ് ബസ്റ്റർ ആണ്. ഓ സത്യമായിട്ട് ഞാൻ വീട്ടില് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ കാണുമ്പോൾ അയ്യോ ആൾ എന്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യരാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഇവനൊരു സിനിമയിൽ ചാൻസ് കിട്ടിയാൽ ഞാൻ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഒക്കെ കണ്ടുപിടി ഓക്കെ ഓക്കെ എന്ന് പറയും. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇന്റർവ്യൂ ചെയ്യാൻ ആളെടുത്ത് ഇങ്ങനെ ചുമ്മാ ബ്ലാബ്ലാന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ആളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആളുടെ ഒരു സംസാരം. നമ്മളിപ്പോ കുറെ ആൾക്കാർ വന്നിട്ട് എന്താ പറയാ ആരെയും കളിയാക്കൊന്നുമില്ല, ജസ്റ്റ് വന്നിട്ട് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ധ്യാൻ ചേട്ടൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഒരു പേഴ്സണിനോട് ഭയങ്കര ഒരു അതായത് എല്ലാ പ്രശ്നങ്ങളെയും വളരെ കൂളായിട്ട് ആള് മാനേജ് ചെയ്യും. ഒരാൾക്കും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ആള് സംസാരിക്കുക, അതൊക്കെ ഒരു ആളുടെ പ്ലസ് പോയിന്റ് ശരിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യത്തൂല്ല. കാരണം എന്തും പറയാനുള്ള ലൈസൻസ് മലയാളികൾ ധ്യാനിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഇന്റർവ്യൂ ധ്യാൻ ചേട്ടൻ കാണുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഈവൻ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ധ്യാൻ ചേട്ടനെ കാണാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഞാൻ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു പേഴ്സണിനോട് ഇത്ര ഇങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ നമുക്ക് ഒരാളോട് ഒരു ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആളുടെ ആറ്റിറ്റ്യൂഡിനോടും ആളുടെ ഒരു ആ ഒരു റെസ്പെക്ട് എനിക്ക് കൂടുതൽ ആളെടുത്തുള്ളത്. അപ്പൊ ഒരാളെ നോവിക്കാതെയും ഈ പറഞ്ഞ പോലെ ഹേർട്ട് ചെയ്തൊക്കെ കൊണ്ടെടുക്കും. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയല്ലോ, ഏതാണ് ആളുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജലേ. അത് അതിന്റെ ഫുൾ ഇന്റർവ്യൂ ഞാൻ വീട്ടിലിരുന്ന് ഒരു ദിവസം ഫുള്ള് ഇരുന്ന് ഞാൻ കണ്ടു തീർത്തത്. സീമാന്റി ഉണ്ടല്ലോ അതിനകത്ത്. നല്ല രസമുണ്ടായിരുന്നു ഇന്റർവ്യൂസ്. അല്ല ധ്യാന്റെ ഇന്റർവ്യൂസ് പൊതുവെ എല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. സത്യം. എനിക്കിങ്ങനെ ധ്യാൻ ചേട്ടൻ്റെ കൂടെ നിങ്ങൾ സംസാരിക്കാനായിട്ട് ഇഷ്ടമാണ്. അതായത് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയാം, അതാണ് എനിക്ക് ധ്യാൻ ചേട്ടൻ്റെ അടുത്തുള്ളത്. അതൊരു പരിധിവരെ ഒരു തെറാപ്പി ലെവലായിരിക്കും. തെറാപ്പി അറ്റൻഡ് ചെയ്യുന്ന തഗ്ഗായിരിക്കും. ഏതായാലും ധ്യാനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരുപാട് നല്ല സീരിയലുകൾ അഭിനയിക്കാനുള്ള ധ്യാൻ ചേട്ടൻ്റെ ഒരു സിനിമ അഭിനയിക്കണം. സിനിമയിൽ അഭിനയിക്കാനുള്ള ണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് മരിയെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ രണ്ടുപേർക്കും സീരിയലിൽ ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ. ധ്യാനിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാനും സംസാരിക്കാനും വലിയൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. രണ്ടുപേരുടെ ആഗ്രഹം പോലെ തന്നെ. താങ്ക് യു.